പ്രയർ ഞാനാണേ. പ്രയർ ചെല്ലട്ടെ? സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഒന്നുമില്ല സർവ്വതും സ്വസ്ഥമായുറങ്ങിടാം, സ്വപ്നത്തിൽ മയങ്ങാതെ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കോട്സ് പറയാം. നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നടത്തും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പോരാടുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി പോരാടും. പൗലോ കൊയ്ലോ. ഞാനാണ്. കാണുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമുക്കിന്നൊരു മലയാളം പാട്ട് നോക്കിയാലോ? ആരെക്കുറിച്ചാണെന്നറിയാമോ? ആകാശത്തില് രാത്രി നക്ഷത്രങ്ങൾക്കിടയില് നമുക്ക് പ്രകാശം പരത്തുന്ന ഒരാളുണ്ടല്ലോ. ആരാ അത്? അമ്പിളി മാമൻ. നമുക്ക് അമ്പിളി മാമനെ കുറിച്ച് ഒരു പാട്ട് പാടിയാലോ? ആകാശത്തിലെ മുത്തശ്ശി, അമ്പിളി മുത്തശ്ശി, ഓഹോ പല്ലില്ലാത്തൊരു മുത്തശ്ശി, പാവം മുത്തശ്ശി. ആകാശത്തിലെ മുത്തശ്ശി, അമ്പിളി മുത്തശ്ശി, ഓഹോ പല്ലില്ലാത്തൊരു മുത്തശ്ശി, പാവം മുത്തശ്ശി. മുത്തശ്ശി ഒന്ന് ചിരിച്ചാൽ മാനത്താകെ നിലാവ്, മുത്തശ്ശി ഒന്ന് കരഞ്ഞാല് മാനത്താകെ കുറുകുട്ട്. ഓഹോ ലാലല്ല. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. Very good afternoon to all. Very nice. ഇൻപിറ്റിവിനെ കയറിയെങ്കിലും പ്രയറോടെ കേൾക്കുന്നുണ്ടായിരുന്നു. വെരി നൈസ്. ആൻഡ് റോഷന, ഇത് ശരിക്കും എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ ആണ്. ഞങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോ ഞങ്ങള് ഗ്രൂപ്പായിട്ട് കളിച്ചൊരു ഡാൻസോ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്കത് ഓർമ്മ വരുന്നുണ്ട്. സോ നൈസ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കാരണം കുറെ മെസ്സേജ് എനിക്ക് ഈ ബാച്ചിൽ നിന്നല്ല എല്ലാ ബാച്ചിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിങ് എനിത്തിങ്? റെക്കോർഡ് കംപ്ലീറ്റ് ആയില്ലെങ്കിലും പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട കുഴപ്പമില്ലല്ലോ. റെക്കോർഡ് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുന്നതാണോ വൈവയാണോ എന്താ ഉദ്ദേശിച്ചത്? അല്ല, പ്രാക്ടിക്കലിന് വരുമ്പോഴത്തേക്ക് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ചോദിച്ചാൽ വൈവയ്ക്ക് മുന്നല്ല എന്തായാലും കംപ്ലീറ്റ് ആകും. പ്രാക്ടിക്കലിന് വരുമ്പോൾ നിങ്ങളുടെ വർക്കുകൾ കംപ്ലീറ്റ് ആകണമെന്ന് അങ്ങനെ കമ്പൽസറി ഒന്നുമില്ല. പക്ഷെ പ്രാക്ടിക്കലിന് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ വർക്കുകളും റെക്കോർഡ്, അസൈൻമെന്റ്,
സർവേ റിപ്പോർട്ട്, പിന്നെ കുറെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ, അതെല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വൈവ അറ്റൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോ ഇവിടുന്ന് 1/2 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇട ദിവസം വേറെ ദിവസം വന്നിട്ട് ചെയ്യാം. മുംതാസ്, അതെ, വേറെ ദിവസം വരുമ്പോ നമ്മളെ നേരത്തെ ഇൻ അഡ്വാൻസ് ഒന്ന് ഇൻഫോം ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വരുന്നത് ഓഫീസിലേക്കാണ്, അവിടെ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്നത്. ഈ ഓഫീസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സ്ഥലമില്ലേ, അതും തമ്മിൽ ഏകദേശം 3 to 4 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. വരുമ്പോ ഏതെങ്കിലും ടീച്ചറെ ഓഫീസിൽ എത്തിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവൈലബിൾ ആയിട്ട് 15-ാം തീയതി എന്തായാലും ഞാൻ എത്തും. എല്ലാം കംപ്ലീറ്റ് അല്ലെന്നേ ഉള്ളൂ, അതാണ്. ശരി. പിന്നെ ഞാൻ വീട്ടിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് ടൗണിലേക്ക്, അതായത് നമ്മുടെ ഓഫീസിലേക്ക് ഏകദേശം ഒരു 2 to 3 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പെട്ടെന്ന് ഒരു കുട്ടി വരുമ്പോഴേക്കും ഓഫീസിലുള്ള ഒരു ടീച്ചർ അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നേ ഉള്ളൂ. ടീച്ചേഴ്സ് ക്ലാസ്സിലാണെങ്കിൽ ഞാനാണെങ്കിലും എത്തണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞിട്ട് എല്ലാരും കാണണമല്ലോ, എന്തായാലും അത് വരും. ഓക്കെ ഫൈൻ, വരൂ, നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കാം. നാളെ ഒരു സെഷൻ ഉണ്ട്, അത് കഴിയുമ്പോൾ നിങ്ങളുടെ സെഷൻ അടുത്ത സാറ്റർഡേ, അങ്ങനെ നിങ്ങളുടെ സെഷൻസ് പോകുന്നത്. ഓക്കെ ഫൈൻ. സോ അതായിരുന്നു ഡൗട്ട് അല്ലെ. പിന്നെ വൈവ ഇപ്പം 9 ബാച്ചിന്റെ വൈവ നടക്കുവാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഈ മന്തില്. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ വൈവ നെക്സ്റ്റ് മന്ത് തുടക്കോ മിഡ് ആവുമ്പോഴേക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അത് ഒന്ന് മനസ്സിൽ വെച്ച് വർക്കുകളൊക്കെ വേഗം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം വൈവ ടൈമില് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും മാർക്ക് വാല്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ വൈവയുടെ ടൈമില് എനിക്ക് ഒരു ആഴ്ചയും കൂടെ തരാമോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അങ്ങനെ നമ്മളൊരു ടൈം കൊടുക്കാറില്ല. അത് വളരെ ജെനുവിൻ കേസ്, ഇപ്പൊ സുഖമില്ലാതെ ഡെലിവറി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആവുമ്പോഴാണ് നമ്മളൊരു കൺസേൺ. അത് വേണമല്ലോ, കാരണം അവർക്ക് പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട്. പക്ഷെ എല്ലാവർക്കും നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗം മാത്രം ചെയ്തു ബാക്കി പിന്നെ വന്ന് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വൈവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് പ്രാക്ടിക്കൽ ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ 15-ാം തീയതി ആണല്ലോ നമ്മുടെ സെഷൻ, സാറ്റർഡേ. 13-ാം തീയതി, അതായത് വ്യാഴാഴ്ച, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ബാച്ചിലും അങ്ങനെ തന്നെയാണ്. തേഴ്സ്ഡേസില് നൈറ്റില് 7:30 തുടങ്ങിയിട്ട് മോഡ്യൂൾ 3 ആണ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ. ആ മോഡ്യൂൾ 3യുടെ സെഷൻ ഞാൻ ആ നൈറ്റില് ഒരു 1.5 hours ഡിപ്പെൻസ്, ആ തീരുന്നതിനനുസരിച്ച് മോഡ്യൂൾ 3 ഞാനൊന്ന് ബ്രീഫ് ചെയ്യും. മോഡ്യൂൾ 3 സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കും. അതിൽ ഫുൾ ഡെമോൺസ്ട്രേഷനും ആക്ടിവിറ്റീസും ആണ്. പിന്നെ മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ചില മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ എഴുതുന്ന അപ്പാരറ്റസ് റെക്കോർഡ് മോഡ്യൂൾ 3നെ ബേസ് ചെയ്ത് തന്നെയാണ്. അതിൽ കുറച്ച് എല്ലാം കൂടെ മോഡ്യൂൾ 3 കിടക്കുന്നതും ഒക്കെ കൂടെ റെക്കോർഡിൽ എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഓൾറെഡി ഒരു PDF ഉണ്ട്, പിന്നെ റെക്കോർഡും ഉണ്ട്. റെക്കോർഡിൽ ബേസിക് പ്രിൻസിപ്പിൾ മാത്രം, മെയിൻ മെറ്റീരിയൽസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ മാത്രം, കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോഡ്യൂൾ 3 വരുന്നത്. അപ്പൊ ഞാനതൊന്ന് ബ്രീഫ് ചെയ്യും. പിന്നെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴേക്കും മോഡ്യൂൾ 3 വായിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. മോഡ്യൂൾ 3ക്ക് എക്സാം ഇല്ല, ദാറ്റ് ഇസ് ഓൺലി പ്രാക്ടിക്കൽ. ഇത്രയും കാര്യങ്ങളാണ്. 15-ാം തീയതി പ്രാക്ടിക്കലിന് വരുമ്പം ദൂരെ നിന്നുള്ളവര് ഞങ്ങള് ഈ വൈവ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഈ മെറ്റീരിയൽസിന്റെ കാര്യം എങ്ങനെയാ മാം? അത് എങ്ങനെ ഒരുമിച്ചിട്ട് ഫോട്ടോ എങ്ങനെയാ വീഡിയോ ഫോട്ടോസ് ഒക്കെ? അത് നിങ്ങൾ മെറ്റീരിയൽസ് ഒന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട. ആകെ നമുക്ക് സൈനും സീലും കിട്ടുന്നത് റെക്കോർഡ് ബുക്ക് ആണല്ലോ. പിന്നെ അസൈൻമെന്റും സർവേയും കുട്ടികൾ സർവേ റിപ്പോർട്ടും കൊണ്ടുവരും, അതിലും സൈൻ വാങ്ങാറുണ്ട്. ഇത്രയും മാത്രം ക്യാരി ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും മാത്രം ക്യാരി ചെയ്താൽ മതി. മെറ്റീരിയൽസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിടത്ത് പ്ലേസ് ചെയ്ത് ഡിസ്പ്ലേ പോലെ വെച്ചിട്ട് നമ്മളൊരു, ഇപ്പൊ ബാക്കിൽ എന്റെ ടേബിൾ കാണാലോ, അപ്പൊ അവിടെയാണെങ്കിൽ നമ്മളൊരു സെൽഫി പിക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു സെൽഫി വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ എടുപ്പിക്കുക. അത്രയും മതി. ഓരോ മെറ്റീരിയൽ ഇപ്പം വീഡിയോ അല്ല ഫോട്ടോ ഇപ്പൊ എടുക്കുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഒറ്റ എടുപ്പ് അങ്ങ് എടുക്കുകയാണല്ലോ അല്ലേ? മതി. എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരുമിച്ച് എടുത്താൽ മതി. ഓക്കെ. പല വീഡിയോ ആയിട്ട് എടുക്കണ്ട. ജസ്റ്റ് ഒരു സെൽഫി പിക്ക് ആണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ കാണാം, അത്രയും മതി. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മളെങ്ങനെ കാണിച്ച് പതുക്കെ ഒരു വീഡിയോ അങ്ങ് എടുത്താൽ മതി, ഒരു ഷോർട്ട് വീഡിയോ. പിന്നെ ക്ലാസ്സിൽ ഓൺലൈനായിട്ട് വൈവ അറ്റൻഡ് ചെയ്യുന്നവര് നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ ഇത് നേരത്തെ ഒന്ന് അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയാണ് കുട്ടികൾ പൊതുവെ എല്ലാ ബാച്ചിലും ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ചോദിക്കും നിങ്ങൾ എന്തൊക്കെ മെറ്റീരിയൽസ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ആ ലിസ്റ്റ് അറിഞ്ഞാൽ മതി, ബിക്കോസ് ഐ ട്രസ്റ്റ് ഓൾ ഓഫ് യു.
പക്ഷെ അവര് പറയും ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, എനിക്കൊന്ന് കാണിക്കണം എന്നും പറഞ്ഞിട്ട് കുട്ടികളെല്ലാം ഇങ്ങനെ വീഡിയോ കാണിക്കും. ഡാറ്റാം ഓൺ ചെയ്ത് അവരെല്ലാം കാണിച്ചു തരും, ഓരോന്നോരോന്നായിട്ടും കാണിച്ചു. ഓക്കെ, സോ എനിക്കാണ് കാര്യങ്ങൾ നടക്കാറ്. ഓക്കെ ഫൈൻ. വൈവയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ അല്ലേ മാം? പ്രാക്ടിക്കലിനെ ബേസ് ചെയ്താണ് വൈവ ചെയ്യുന്നത്. വൈവ മെയിൻലി മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്ത അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പലരും പറയാം അയ്യോ എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല, ആ ഒരു പ്ലാറ്റ്ഫോമിൽ അയച്ചിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചിട്ട് മാർക്ക് കിട്ടിയില്ല എന്ന് പറയും. അതിനെ കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യൊന്നും വേണ്ട. എന്തുതന്നെയായാലും വൈവ ടൈമിൽ നിങ്ങൾ ചെയ്ത അസൈൻമെന്റിനെ വാല്യൂ ചെയ്യും. ഓക്കെ, അസൈൻമെന്റ് സർവേ ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓരോരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലൊക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറവൂർ ടൗണിൽ തന്നെയാണ്. ആലുവ ഭാഗത്തുനിന്ന് വരുന്നവര് ആലുവ പറവൂർ KSRTC ബസ്സാണല്ലോ ഉള്ളത്. അഥവാ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ പറവൂർ കവലയിലാണ് തിരിയുന്നത്. തൃശ്ശൂർ സൈഡിൽ നിന്ന് വരുമ്പോ റൈറ്റിലേക്ക് തിരിയും, മറ്റേ കളമശ്ശേരി സൈഡിൽ നിന്ന് വരുന്നവര് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു വരും. അപ്പൊ അങ്ങനെ പറവൂർ കവലയിൽ നിന്ന് തിരിഞ്ഞു വരുന്നത് എത്തുന്നത് ചേന്നമംഗലം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നലിലാണ് എത്തുന്നത്. ചേന്നമംഗലം ജംഗ്ഷൻ ആണ് കേട്ടോ, അതാണ് പറവൂർ ടൗണിന്റെ തുടക്കം. ആ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മളുടെ ചേന്നമംഗലം കൈത്തറി കേട്ടിട്ടില്ലേ? ചേന്നമംഗലം കൈത്തറി എന്ന് കേട്ടിട്ടില്ലേ? വെള്ളപ്പൊക്ക സമയത്ത് മുഴുവൻ നനഞ്ഞു പോയ കൈത്തറി. മിസ് ഇവിടുന്ന് കൊടുങ്ങല്ലൂരിന്ന് വരുമ്പോ ഫസ്റ്റ് സിഗ്നലിന്റെ അവിടെ നിന്ന് റൈറ്റാ. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോ മുനിസിപ്പൽ ജംഗ്ഷൻ ആണേ. ജംഗ്ഷന്റെ ഒരു സിഗ്നൽ ആണ്. അവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് ആലുവയ്ക്ക് പോകുന്ന വഴി. മെയിൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വല്ല മെയിൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വരെ പോകണ്ട. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വരെയും പോകണ്ട. ഇപ്പൊ കോട്ടയത്തുനിന്ന് ഞങ്ങൾ വരണമെങ്കിലും ട്രാൻസ്പോർട്ട് കോട്ടയത്ത് നിന്ന് വരണമെങ്കിൽ നിങ്ങൾ ബസ്സിനാണോ വരുന്നത് അതോ സ്വന്തം വണ്ടിയിലാണോ? സ്വന്തം വണ്ടിയിലൊന്നും അല്ല, ഞാൻ തന്നെ കാണത്തുള്ളായിരിക്കും മിക്കവാറും. കോട്ടയത്ത് നിന്ന് വരുന്ന ട്രെയിനിനാണോ ബസ്സിനാണോ? ചിലപ്പോ ട്രെയിൻ, അത് തീരുമാനിച്ചിട്ടില്ല മാം. എന്നാലും ഒന്ന് പറഞ്ഞാൽ മതി. ബസ്സിനെ അഥവാ ചേർന്നെങ്കിൽ. ട്രെയിനിനാണ് വരുന്നെങ്കിൽ ആലുവ ഇറങ്ങുക. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ KSRTC സ്റ്റാൻഡാണ്. അവിടെ നിന്ന് ആലുവ പറവൂർ ബസ്സുണ്ട്. KSRTC ബസ് മാത്രമേ ഉള്ളൂ ആലുവ പറവൂർ റൂട്ടില്. ആലുവ പറവൂർ ബസ്സുണ്ട്. കയറുക, ചേന്നമംഗലം ജംഗ്ഷനിൽ ഇറങ്ങും. ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ, അതായത് സിഗ്നലിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡില് മൈജിയുടെ ഒരു ഇതുണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. അവിടെ തന്നെ ഒരു SNDP ബിൽഡിംഗ് ഉണ്ട്. SNDP ബിൽഡിങ്ങില് ആ റോഡിനോട് ചേർന്ന് തന്നെ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രതിമ വെച്ച് ഒരു ഗ്ലാസിനകത്ത് അങ്ങനെ കാണാനായിട്ട് പറ്റും. അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ്, ആ ബിൽഡിങ്ങിലാണ് ശരിക്കും ഓഫീസ്. ഈ സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഒരു ഈഴവ സമാജം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെയും ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ടും കൂടെ മാറിപ്പോരുത്. ആലുവയിൽ നിന്ന് വരുമ്പോ സിഗ്നലിന് മുമ്പ്, കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോ സിഗ്നലിന് ശേഷം. കോടതിയുടെ പരിസരം ആ റോഡല്ലേ? കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ കോടതിയിൽ നിന്ന് ആലുവ റൂട്ടിലേക്ക് മുന്നോട്ട് വരണം, റൈറ്റ് സൈഡ്. ആലമ്പുഴ ജംഗ്ഷന്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇത് അയച്ചു തരും, മാപ്പ് അയച്ചു തരും, ലൊക്കേഷൻ അയച്ചു തരും. അപ്പൊ അത് നോക്കി വന്നാൽ മതി. പിന്നെ ആരോടെങ്കിലും ചോദിച്ചാലും മതി. SNDP ബിൽഡിംഗ് ഏതാന്ന് ചോദിച്ചാൽ മതി. മുകളിലൊരു ഓഡിറ്റോറിയം ഉള്ള SNDP ബിൽഡിംഗ് ഏതാന്ന് ചോദിച്ചാൽ മതി. മൈജിയുടെ അടുത്താണ്. പിന്നെ എന്താ ഫെഡറൽ ബാങ്ക് എല്ലാം ആ ഒരു ലൈനിലാണ് വരുന്നത്. സ്ഥലം അറിയാം, പക്ഷെ കുറെ സിഗ്നൽ അവിടെ ഇവിടെയൊക്കെ സിഗ്നൽ ഉണ്ടല്ലോ. അവിടെ ശരിക്കും പറവൂര് ഒരു 3 ജംഗ്ഷനാണ് ഉള്ളത്. ഒന്ന് ആലുവയിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ജംഗ്ഷൻ ചേന്നമംഗലം ജംഗ്ഷൻ, അവിടെ സിഗ്നൽ ഉണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നാണെന്ന് വരുന്നെങ്കിൽ മുനിസിപ്പൽ ജംഗ്ഷൻ, അവിടെ സിഗ്നൽ ഉണ്ട്. പിന്നെ നമ്മള് വൈറ്റിലേന്നൊക്കെ വരുമ്പോൾ, എറണാകുളത്ത് നിന്ന് വൈറ്റിലേന്നൊക്കെ വരുമ്പോൾ കയറുന്നത്, അതുപോലെ തന്നെ വൈപ്പിനിൽ നിന്ന് വരുമ്പോൾ നേരെ വന്ന് കയറുന്നത് KMK ജംഗ്ഷൻ, അത് സിഗ്നൽ ഇല്ല. അങ്ങനെ 3 ജംഗ്ഷൻ കൂടുന്നതാണ് പറവൂർ ടൗൺ എന്ന് പറയുന്നത്. അത് ഓരോ സൈഡിൽ നിന്ന് വരുന്നതും ആദ്യം എത്തുന്ന ജംഗ്ഷനാണ് ഓരോന്നും. കുഴപ്പമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയൊരു ടൗൺ ആണ്. പിന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരും. PROs ആരെങ്കിലും വിളിക്കും. ഓക്കെ, തലേ ദിവസം വരുന്ന ആരെങ്കിലും ഉണ്ടോ? തലേ ദിവസം വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം. ഷെബീനയോടൊക്കെ തലേന്ന് വരാൻ പറഞ്ഞു. ഇവിടെ ഒന്ന് വിളിക്കാന്ന് ഒന്നിച്ച് പോന്നു. പക്ഷെ ആള് ഹസ്ബൻഡ് കൂട്ടാക്കണല്ലോ, സംഭവിക്കണല്ലോ. ഓക്കെ, സബീന ഇനി ബസ്സിനാണ് വരുന്നതെങ്കിൽ കോട്ടയത്ത് നിന്നല്ലേ വരുന്നത്? വൈറ്റിലെ ബസ്? അല്ല മാം, ട്രെയിനിനായിരിക്കും മിക്കവാറും. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ.
എനിക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ആലുവയിൽ സ്റ്റോപ്പുള്ള ട്രെയിൻ നോക്കി ബുക്ക് ചെയ്യുകയോ കയറുകയോ ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ. ബസ്സിനാ വരുന്നെങ്കിൽ വൈറ്റില വന്നിട്ട് വൈറ്റില ഹബ്ബിൽ നിന്ന് പറവൂർ ബസ് ഉണ്ട്, കയറുക, പ്രൈവറ്റ് ബസ്. ഓക്കെ. കൊടുങ്ങല്ലൂർ ബസ്, ഗുരുവായൂർ കൊടുങ്ങല്ലൂര്. പറവൂർക്ക് അങ്ങനെ ഇല്ല, കുറവാ. കൊടുങ്ങല്ലൂർ പക്ഷേ പറവൂർക്കാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ ബസ്സുകാർ പറയും പറവൂർ ബസ് വരും, അതിൽ കയറിയാൽ മതി എന്ന് പറയും. നമുക്ക് ബസ് ഉണ്ടല്ലോ. ലോക്കലിനെക്കാട്ടി നല്ല ലിമിറ്റഡാ. ലിമിറ്റഡിൽ നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല, കാരണം ലോങ് ബസ്, ഗുരുവായൂർക്ക് പോകുന്ന ബസ് അവർ പ്രിഫർ ചെയ്യില്ല നമ്മളെ. നോക്കൂ എങ്ങനെയാന്ന് വെച്ചാൽ സൗകര്യം. ഇല്ല, സ്റ്റാൻഡ് അവിടെ നിർത്താറുണ്ട്. ഞാൻ ആലപ്പുഴയ്ക്കൊക്കെ എന്നും പോക്കുള്ളതല്ലേ, എല്ലാ മാസവും പോകുന്ന, അപ്പൊ നിർത്താറുണ്ട്. നമ്മൾ ഹബ്ബിന്ന് കയറുമ്പോ അവര് ചോദിക്കും എവിടേക്കാന്ന് ചോദിക്കും. പറവൂർക്കാന്ന് പറയുമ്പോ അവര് പറയും പറവൂർ ബസ് വരും, അതിൽ കയറാൻ പറയും. തലേ ദിവസം വരുന്നവരുണ്ടോ മാം ഗ്രൂപ്പില്? തലേ ദിവസം ഒരു ഐഡിയ ഇല്ല മേഡം, അതാണ് മിണ്ടാതിരിക്കണത്. വരണോ വേണ്ടോ എന്നുള്ള ഐഡിയ ആണോ? അല്ല, സ്ഥലങ്ങളുടെ പേരും എല്ലാം പറയുമ്പോ ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിരിക്കണത്. എവിടെയാണ് ബസ് റൂട്ട് ഒന്നും അറിയില്ല. പാലക്കാട് ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി. ഓക്കെ. ചെർപ്പളശ്ശേരിയുടെ നിഷ്കളങ്കത ആയതുകൊണ്ടാണോ ഈ സ്ഥലമൊന്നും അറിയാത്തെ? അവിടെ ഒന്നും അധികം വന്നിട്ടില്ല. ആണോ? ഇവിടുന്നൊക്കെ ഞങ്ങള് ടൂറിസ്റ്റ് ബസ്സിൽ അങ്ങനെ വന്നിട്ടേ ഉള്ളൂ എറണാകുളത്തൊക്കെ. അവിടെ ഹിൽ പാലസ് കാണാനും മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചിയൊക്കെ കാണാൻ ഞങ്ങൾ ഇവിടെ അങ്ങനെ ട്രിപ്പായിട്ട് വരുന്ന പോലെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു 3-4 ദിവസം മുമ്പേ വരും, എന്നിട്ട് എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ഒരു ടൂറൊക്കെ പോയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. താങ്ക് യു മാഡം, പറഞ്ഞതിന് ഒരുപാട് താങ്ക് യു, സന്തോഷം. എനിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തലേ ദിവസം വരണം, നോക്കട്ടെ. ആ ടൈമില് പറയാൻ പറ്റുമോ എങ്ങനെയൊക്കെയാ അപ്പോഴത്തെ സാഹചര്യം എന്ന് അറിയില്ലല്ലോ. നോക്കൂ, കാരണം ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു അവസരം കിട്ടുള്ളൂ എല്ലാ നാടും കാണാൻ. എല്ലാ നാടും കാണണം തന്നെയാണ്. അത് നമ്മുടെ കേരളം മുഴുവനും ഒന്ന് കാണാൻ പറ്റിയത് അത്രയും അതൊരു ഭാഗ്യം. കേരളം മുഴുവൻ കണ്ടിട്ടില്ല, പിന്നെ എന്നിട്ടല്ലേ പുറത്തു പോകണമെന്ന് ആലോചിക്കണത്. എന്താ പറയാ, എനിക്കിത് പറഞ്ഞപ്പോഴാ ഓർക്കുക, ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സിറ്റുവേഷൻ ഇതാണ്. ഇപ്പൊ ഇങ്ങനെ അമ്പിളി പറഞ്ഞു, എനിക്ക് എല്ലായിടവും ഒന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല, കുറെ പേർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ആക്ടിവിറ്റി കേട്ടോ, ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെയായിരിക്കും എന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഇപ്പൊ ഒന്ന് ആലോചിച്ചിട്ട്. ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ചപ്പോ ദുബായിലായിരിക്കുള്ളൂ. മുംതാസ് പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കൂടെ വരാനൊന്നും. ശരി. കുട്ടി പറഞ്ഞു, വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഗ്രാമി അവാർഡ് വാങ്ങിക്കുമായിരിക്കും. അപ്പൊ അത്രയ്ക്ക് അവനത് ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങളും പറയൂ, 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെയായിരിക്കും? ഞാൻ ഇന്ത്യ വിട്ട് പുറത്തു പോയില്ല മാം, കേരളത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു സ്കൂള് തുടങ്ങാനാണ് എന്റെ ആഗ്രഹം, മോണ്ടിസറി സ്കൂള്. അത് ഞാൻ ചെയ്തിട്ടുണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. ഞങ്ങളൊന്നും മറക്കരുത് കേട്ടോ മൃദുലേ. ഞാൻ സ്കൂൾ തുടങ്ങിയിട്ടില്ലെങ്കിലും സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഇനി ആരാ? ഞാനും അതന്നെ വിചാരിക്കുന്നത്, 10 വർഷം കഴിയുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു സ്കൂളിലൊക്കെ സെറ്റ് ആവണമെന്ന്. നടക്കട്ടെ എല്ലാവരും. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, എനിക്കും അത് തന്നെ. ടീച്ചറെ പറഞ്ഞത് ഇവിടെ പഠിപ്പിക്കാനല്ല, പുറത്ത് പോയി പഠിപ്പിക്കാം. പുറത്തല്ല സാലറി കൂടുതലുള്ളൂ, ഇവിടെ സാലറി കുറവാ. അതെ, ഇവിടെ സാലറി കുറവാണ്. ഇവിടെ പ്രൊഫസേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനൊക്കെ നല്ല സാലറി. അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവര് വന്ന് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, കുട്ടികളെ ശ്രദ്ധിക്കോ ശ്രദ്ധിക്കാതിരിക്കുക. അവരെ മോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞു അല്ലേ. അവർക്ക് ലാക്സിലായിരിക്കും സാലറി. പക്ഷെ നമ്മൾക്കാണ് ഒരു കുഞ്ഞു കുട്ടികളുടെ അനിയത്തിക്ക് 50,000 സാലറി ഉണ്ട്, മോണ്ടിസോറി പഠിച്ചിട്ട് ദുബായില് വർക്ക് ചെയ്യണം. വെരി ഗുഡ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പുറത്തു പോവാം. മാക്സിമം ട്രൈ ചെയ്യൂ. ഷാർജ സ്കൂളുകളിലും ബഹ്റൈനിലും ഒക്കെ ട്രൈ ചെയ്യും. അവർക്ക് നല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള, നാട്ടിൽ നിന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് മതി. ഈ എക്സ്പീരിയൻസ് ഒന്നും അവർ പറയുന്നില്ല. ഞാൻ ഇവിടെ ബഹ്റൈനിലും എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ. അത് ബഹ്റൈനിൽ ചെന്ന് അവിടുത്തെ കോഴ്സ് ചെയ്ത ആളാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു നാട്ടിൽ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല, അതൊക്കെ മിസ്സായി പോയി. പക്ഷെ ആളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ഇപ്പൊ കയറിയേക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറെ ക്വാളിഫിക്കേഷൻ എന്നല്ല, നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ആ ഒരു പബ്ലിക് സ്പീക്കിംഗ്, കുട്ടികളെ മാനേജ് ചെയ്യാൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ.
അപ്പൊ അതാണ് ഇതിൽ ആവശ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും 10 വർഷം കഴിയുമ്പോൾ ഓരോ സ്ഥലത്തായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ എനിക്കത് അറിയാനും പറ്റും എന്നൊരു അതാണ്. 10 വർഷം കഴിയുമ്പോൾ നിങ്ങളെ കുറിച്ചെല്ലാം ഞാൻ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കും എന്നാണ് എന്റെ ഒരു ആഗ്രഹം. എല്ലാം നടക്കട്ടെ. നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തള്ളും മാം, അവിടെയാണ് ഇവിടെയാണ്. ഓക്കെ, കുറെ പേര് ഇപ്പൊ ഇന്ന് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, ഇന്നലെ പോയിട്ടുണ്ട്, അങ്ങനെ പ്രീവിയസ് ബാച്ചിലേക്ക് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ. പോയി ജോബ് ആയവരും പറഞ്ഞിട്ടുണ്ട്, പോയ മിക്കവർക്കും പ്ലേസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ആരും അങ്ങനെ കിട്ടാതെ ഒന്നും പോന്നിട്ടില്ല. ഈവൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് എല്ലാവരും അങ്ങനെ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. എനിവേ, അപ്പൊ നല്ല നല്ല വാർത്തകൾ നമ്മൾക്ക് കേൾക്കാനായിട്ട് പറ്റട്ടെ. ഓക്കെ മാം, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാം. ഞാൻ ഏർലി മോർണിംഗ് 2 o'clock ആയിരിക്കും അവിടെ പറവൂർ എത്തുക. അപ്പോൾ എനിക്ക് ഈ സ്മാർട്ട് സിറ്റിയുടെ ഓഫീസുമായിട്ട് നിയർ ബൈ ആയിട്ട് റൂം അവൈലബിൾ ആണോ എന്ന് ഒന്ന് അറിയണമായിരുന്നു. ആരാ കൂടെ വരുന്നേ? ഞാൻ ഹസ്ബൻഡും മോളും ഉണ്ട്. അപ്പൊ എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ഇടയ്ക്ക് മോളെ വന്ന് നോക്കണം. അത് അങ്ങനെ താമസിക്കാൻ ഒരു സ്ഥലം വേണം അല്ലെ? നമുക്കുള്ളതൊരു പറവൂർ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു 500 മീറ്റർ ഉണ്ടാവുമായിരിക്കും, 500 മീറ്റർ ഉണ്ടാവുമായിരിക്കും. കാരണം വെച്ചാൽ ഈ പറഞ്ഞില്ലേ, കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന ജംഗ്ഷനും പറവൂരിൽ നിന്ന് വരുന്ന ആലുവയിൽ നിന്ന് വരുന്നവരുടെ ജംഗ്ഷന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അത്. ഒരുവിധം നല്ലൊരു സ്ഥലം അതാണ്. വലിയ കുഴപ്പമില്ലാത്ത പേയ്മെന്റും വലിയ പ്രശ്നമില്ലാത്ത പറവൂർ. അങ്ങനെ വലിയ ഇതൊന്നുമില്ല താമസിക്കാൻ പറ്റിയത്. ഇതാണ് കൂടുതലും വരുന്ന കുട്ടികളെല്ലാം ഈ പറവൂർ റെസിഡൻസിയിലാണ് താമസിക്കുന്നത്. പാരന്റ്സുമായിട്ടൊക്കെ വന്ന് കൊച്ചു കുട്ടികളായിട്ട് വന്നിട്ട് അവർ ആ റൂമിലിരിക്കും. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റാറുണ്ട്. അത് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് യൂസ് ടു, നമുക്കത് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പണ്ടൊരു ഓട്ടോ വിളിക്കുന്ന തന്നെയായിരിക്കും. പക്ഷെ 2 മണിക്ക് വണ്ടിയിലാണോ വരുന്നത്? അല്ല മാം, ട്രെയിനിലാണ് വരിക. ട്രെയിനിലാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ട്രെയിനിൽ വന്നിട്ട് ആ രാത്രി പറവൂര് നിങ്ങൾ എത്താൻ? അതാണ്, അത് ശീലമായിട്ടുണ്ട്. എപ്പോഴും പോയി വന്നൊക്കെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും ഒരു 2 hour. 5 മണി തൊട്ട് ബസ് ഉണ്ടാവില്ലേ? അതുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് പിന്നെ അങ്ങനെ വരാനാ അല്ലെ? ഓക്കെ ഓക്കെ, അതായിരിക്കും നല്ലത്. അത് കഴിയുമ്പോ ഓപ്പോസിറ്റ് ആണ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് എടുക്കുക. പറവൂർ റെസിഡൻസി ആണ്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് അയച്ചു തരാം. എനിക്ക് ഒന്നൊരു ഹായ് ഇട്ടേക്കണേ വാട്സാപ്പില്. ആ റെസിഡൻസിയുടെ, പറവൂർ റെസിഡൻസിയുടെ ലിങ്ക് അയച്ചു തരാം. ജസ്റ്റ് അവരൊന്ന് കോൾ ചെയ്തിട്ട് ഒന്ന് സംസാരിച്ചു. ടൈം എപ്പളാ? അല്ല, ഞാൻ വരുന്നൊന്നുമില്ല. കാരണം പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ അന്നത്തെ കൊറേ ദൂരത്തുനിന്ന് വരുന്നവരോട് ആ ടൈമിൽ എത്തണ്ട്. 9:30 ആണ് പ്രസിദ്ധ മാം ഗ്രൂപ്പിലിടുന്ന ഒരു ടൈം. പക്ഷെ ഈ ട്രെയിനിന്റെ ഒരു ഡിലേ അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിച്ചു പറയുമ്പോൾ നമ്മളൊരു 10 o'clock വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നാലും 10 മണിയാകുമ്പോഴേക്കും കുട്ടികളെല്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ 10 o'clock തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് വൈകില്ല. ആക്ടിവിറ്റീസ് എത്രണ്ണമാണ് ടോട്ടല് എന്ന് അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. കാരണം എന്താ വെച്ചാൽ ഈ വീക്കില് മെറ്റീരിയൽസ് 3-4 വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പ്രാക്ടിക്കൽ സെഷൻ ഡെമോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കാണിക്കുന്നില്ലേ? അപ്പോ ഇനിയിപ്പോ ആ മെറ്റീരിയൽസ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും. അപ്പൊ ടീച്ചേഴ്സ് അതെടുത്ത് നിങ്ങൾക്കത് ഞാൻ ഈ കമ്മിങ് ക്ലാസ്സസിൽ കാണിച്ചു തരും. അപ്പൊ നിങ്ങളുടെ ബാച്ച് വരുമ്പോഴേക്കും ഓർഡർ ചെയ്ത എല്ലാ മെറ്റീരിയൽസ് എത്തും. ബാക്കിയുള്ള ബാച്ചസിന് ഇനി അത് വീഡിയോ ആയിട്ട് പോകണം. 2-3 മെറ്റീരിയൽസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട വേറെ ഒന്നുമല്ല. നമ്മള് പ്രൈമറി കളർ ടാബ്ലറ്റ്സ് നമ്മുടെ കയ്യിലില്ലായിരുന്നു, സെക്കൻഡറി മാത്രമേ ഉള്ളൂ. പ്രൈമറി കളർ ടാബ്ലറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 3 കളേഴ്സ് പെയർ ആയിട്ട്, ഒരു കളർ തന്നെ 2 ഉണ്ട് ടാബ്ലറ്റ്സ്. പിന്നെ വാങ്ങിച്ചത് സ്പിൻഡിൽ ബോക്സ്, നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ ചെറിയൊരു വുഡൻ റോഡ് പോലെ ഉണ്ടായിരിക്കും. അത് ഓരോരോ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കമ്പാർട്ട്മെന്റ്സ് പോലെയുണ്ട്. 0-ൽ ഒന്നും വെക്കില്ല, 1-ൽ ഒരു റോഡ് വെക്കും, 2-ൽ അങ്ങനെ കുട്ടികൾക്ക് കൗണ്ടിങ്ങും നമ്പർ മെമ്മറൈസേഷനും വേണ്ടിയിട്ട്. വുഡൻ ആണ്. അപ്പൊ അതിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ പിടിക്കുമ്പോൾ ലെങ്ത്തും ഒക്കെ അവർക്ക് മനസ്സിലാവും. പിന്നെ വന്നിരിക്കുന്നത് മെറ്റൽ ഇൻസെറ്റ്സ്. മെറ്റൽ ഇൻസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് ലാംഗ്വേജ് അപ്പാരറ്റസിലുള്ളതാണ് മെറ്റൽ ഇൻസെറ്റ്സ്. അതില് അവരുടെ, അതായത് ഇവര് അക്ഷരങ്ങൾ എഴുതുന്നതിന് മുമ്പ് ഇവരുടെ ഈ വിരല് നല്ലപോലെ ഡെവലപ്പ് ആവണമല്ലോ. ആ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പണ്ട് നമ്മൾ കളിക്കുമായിരുന്നില്ലേ, എന്റെ പേരറിയില്ല,
ഇങ്ങനെ ഒരു വട്ടത്തിലൊരു വെച്ചിട്ട് നമ്മള് പേനയോ പെൻസിലോ വെച്ചിട്ട് അതിൽ കൂടി ഇങ്ങനെ കുത്തി വരച്ചിട്ട് ആ സാധനം എടുക്കുമ്പോഴേക്കും നല്ല ഡിസൈൻ ഒക്കെ വരുന്നത്, അങ്ങനെ ഒരു ഇത് ചെയ്യാറില്ലേ നമ്മള്? ബോക്സിലൂടെ വാങ്ങുമ്പോഴൊക്കെ കിട്ടാറുണ്ട് സാധനം. അതെ 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 അതെ. ഇതിലെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ലാംഗ്വേജ് അപ്പാരറ്റസ് ആണെങ്കിലും ഇതിലെ ഷേപ്സ് പലതും, ഈ മെറ്റൽ ഇൻസെക്ട്സിന്റെ ഷേപ്സ് പലതും ജോമെട്രിക്കൽ ഷേപ്സ് ആണ്. സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ട്രപ്പീസിയം ഉണ്ട്, പിന്നെ ഷെവ്റോൺ ഉണ്ട്, അങ്ങനെ അങ്ങനെ പല പല ഷേപ്പാണ്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ മിഡിൽ ഇത് വുഡൻ സാധനമാണ് കേട്ടോ. ഇത് മെറ്റലിന്റെ വുഡൻ സാധനമാണ്. ഒരു നോബ് പോലെ ഉണ്ട്, ഈ ഇൻസെക്ട്സിൽ ഒരു നോബ് ഉണ്ട്, അതിൽ പിടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ സർക്കിൾ ആണെങ്കിൽ താഴെ ഇരിക്കുക, അല്ലെങ്കിൽ എടുക്കുന്നത് സർക്കിൾ ആണെങ്കിൽ ആ വുഡൻ നോബിൽ പിടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ വെച്ചിട്ട് ആ സർക്കിളിന്റെ ഔട്ട്ലൈൻ ഇല്ലേ അത് വരയ്ക്കും. പിന്നെ ഈ സർക്കിൾ പോലെയുള്ള ആ വുഡൻ ഇത് വെച്ച ഭാഗത്ത് ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു കുഴി പോലെ ഉണ്ടാവും. നമ്മൾ എഴുതുമ്പോൾ, അതായത് നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എഴുതുമ്പോൾ, അറബി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അറബി നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതുന്നത്. ബാക്കി ലാംഗ്വേജ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? അല്ലേ? പിന്നെ കൂടുതൽ ലെറ്റേഴ്സും നമ്മൾ എഴുതുമ്പോൾ താഴേന്ന് മുകളിലേക്കാണോ എഴുതുന്നത്, മുകളിന്ന് താഴേക്കാണോ? താഴേന്ന് മുകളിലേക്ക്. ഇങ്ങനെ സർക്കുലർ ഷേപ്പിലൊരു ഒരു ഭാഗം, വാക്വമായിട്ട് ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് കുട്ടികളെ കൊണ്ട് നമ്മൾ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി വരപ്പിക്കും. ബോട്ടം ടു ടോപ്പ് ഇങ്ങനെ നമ്മൾ കുത്തി വരപ്പിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ മാറ്റി കഴിയുമ്പോൾ കളർ പെൻസിൽസ് വെച്ചിട്ട് അത് ചെയ്യിക്കണം. ഡിഫറെന്റ് കളർ പെൻസിൽസ് വെച്ചിട്ട് വേണം ഇങ്ങനെ വരപ്പിക്കും. അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആ പേപ്പറിൽ സർക്കിൾ ഷേപ്പില് കളർഫുൾ ആയിട്ട് കുറച്ച് മുമ്പ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ ഡിസൈൻ കിട്ടില്ലേ, അങ്ങനെ ഡിസൈൻ പോലെ അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ കളർ പെൻസിൽസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. അത് ഡെമോയില് ടീച്ചേഴ്സ് കാണിച്ചു തരും. ഞാൻ നാളെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയത് വേറെ ഒന്നുമല്ല, ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണുള്ളൂ. റിട്ടേൺ ചെയ്തിട്ട് പുതിയത് വരുത്തണുള്ളൂ. അപ്പൊ അങ്ങനെ ഡാമേജ് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അങ്ങനെ വെച്ചിരിക്കുക. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഏരിയയിൽ ഇൻസെക്ട്സ്, INSECTS ആണേ, പല പല ഷേപ്പുകൾ. മിസ് പറഞ്ഞ സാധനം ഇവിടെ അങ്ങനത്തെ ഒന്നുണ്ട്, അതാണോ? അതിപ്പോ എങ്ങനെ കാണിച്ചു തരുക? എവിടെ നോക്കട്ടെ. ഉണ്ടോ? അത് മോന്റെ ബോക്സിലുള്ളതാണ്. ഞാൻ നോക്കട്ടെ, ക്യാമറ ഓണാക്കി ശരിയാവോ എനിക്ക് അറിയുന്നില്ല. മെറ്റൽ ഇൻസെക്ട്സ് നിങ്ങളൊന്ന് കാണിച്ചു. ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ വിൽക്കാൻ അത് ഇട്ടേക്കും ഇങ്ങനെ ഷേപ്സ്. അതിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ, അല്ലേ? ഞാനത് മറന്നുപോയി സത്യം. അതല്ല, ഇതല്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മൊബൈലിൽ കാണിച്ചു തരാം. മെറ്റൽ ഇൻസെറ്റ് ലാംഗ്വേജിലല്ലല്ലോ മാം ഉള്ളത്, എന്നിട്ട് സെൻസോറിയലിലാണല്ലോ മാം എഴുതിയിരിക്കുന്നത്. സെൻസോറിയൽ അപ്പാരറ്റസ് ആണെങ്കിലും നമുക്ക് ലാംഗ്വേജ്, അതായത് റൈറ്റിങ്ങിന് മുമ്പ് ഇതാണ് കേട്ടോ. കാണാൻ പറ്റുമോ? ഇതൊരു വുഡൻ ഫ്രെയിം ആണ്. താഴെ പിങ്ക് ബ്ലൂ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഈ വുഡൻ ഫ്രെയിം ആണ്. നമുക്ക് ഇത് ഓരോന്നും ഇതിൽ നിന്നും എടുക്കാം. ആ ഒരു നോബ് അതിൽ കാണാമോ നിങ്ങൾക്ക്? ഒരു മൊട്ട് പോലെ കാണുന്നില്ലേ? അതങ്ങ് എടുക്കുമ്പോഴേക്കും, ഇപ്പൊ സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ ആ പിങ്കിന്റെ ഉള്ളില് സ്ക്വയറിന്റെ ആ ഒരു ഷേപ്പ് വരും. ആ സ്ക്വയർ ബ്ലൂ അങ്ങ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഇടയിലേക്ക് ഒരു പേപ്പർ വെച്ചിട്ട് കുട്ടികളെ ആ സ്ക്വയറിനകത്ത് ഇങ്ങനെ കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എടുക്കും. ഒരു സ്ക്വയർ ഷേപ്പിനകത്ത് കളർ ഡിസൈൻ പോലെ വരും. അപ്പൊ നമുക്ക് ഈ മെറ്റൽ ഇൻസെക്ട്സ് ഇവരുടെ ഈ മൂന്ന് വിരല് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് റൈറ്റിങ്ങിന് മുമ്പ്, നമുക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. റൈറ്റിങ്ങിന് മുമ്പ് അവർക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാഡം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിക്കും. ഇപ്പോ നമ്മളിപ്പോ സാധാ സ്കൂളിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ ഇവിടെയൊന്നും അങ്ങനെ മോണ്ടിസോറി സ്കൂളില്ല, കുറവാണ്. അപ്പോ ഇപ്പൊ സാധാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണേലും ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് അങ്ങനെയാണേലും
ഇപ്പൊ നമ്മളുടെ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ തന്നെ ആയിരിക്കും അവിടെയും ഉണ്ടാവുക? ഇപ്പൊ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയി. അപ്പോ അവിടെ കുറച്ച് നമ്മൾ ഇങ്ങനെ വുഡൻ മെറ്റീരിയൽസ് കുറച്ച് കണ്ടു. പിന്നെ നമ്മൾ ഇതിൽ പരിചയപ്പെട്ട കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അവിടെ കണ്ടു. അപ്പൊ നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിനാണല്ലോ പോയത്. അതുകൊണ്ട് ഞാൻ കണ്ടതേ ഉള്ളൂ. എനിക്കത് യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോ ഇതില് ഉള്ള തന്നെയാ മെറ്റീരിയൽസും ഒക്കെ തന്നെ ആവോ ഇപ്പോ നോർമൽ സ്കൂളിലാണേലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണേലും ഉണ്ടാവുക, യൂസ് ചെയ്യുക അവര്? അതറിയോ? നോർമൽ സ്കൂളില് ഉണ്ടാകണം എന്ന് നമുക്ക് നിർബന്ധമില്ല. ഡിപ്പെൻഡ്സ്. അവിടുത്തെ ഒരു ടീച്ചർക്ക് മോണ്ടിസോറി മെത്തേഡ് അറിയാം, അവർക്കത് താല്പര്യമാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവരവിടെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ വാങ്ങിച്ചു വെക്കുകയുള്ളൂ. ഒരു പർപ്പസ് എന്ന് ഉദ്ദേശിച്ചായിരിക്കില്ല പലതും വാങ്ങി വെക്കുന്നത്. അവിടെ പ്ലാസ്റ്റിക്കിന്റെ ടോയ്സ് ഉണ്ടായിരിക്കാം, വുഡന്റെ ഉണ്ടായിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സ്കൂളുകളിലും മോണ്ടിസോറി മെറ്റീരിയൽസ് വേണം കാണണമെന്നില്ല. പക്ഷെ ഒരു മോണ്ടിസോറി സ്കൂളില് ഇതെല്ലാം തന്നെ എല്ലാ ഏരിയയും അവര് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മോണ്ടിസോറി സ്കൂൾ അങ്ങനെയാണ്. സാധാരണ ഒരു CBSE, ഇപ്പൊ എന്റെ മക്കളൊക്കെ പഠിക്കുന്ന CBSE സ്കൂളിൽ അവിടെ ഒരു മെറ്റീരിയൽ പോലും മോണ്ടിസോറി റിലേറ്റഡ് ഒന്നും തന്നെ ഇല്ല. അവരുടെ ക്ലാസ് റൂം മുഴുവനും കുറെ ചാർട്ട് വർക്കുകളും അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ കുറെ പെയിന്റിങ്സും അങ്ങനെയൊക്കെ ഉള്ളു. അല്ലാതെ കൂടുതൽ പിന്നെ ആൽഫബറ്റ്സിന്റെ കുറച്ച് മോഡൽസ് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിന് കുട്ടികൾ പോകുമ്പോൾ ചില സ്കൂളിലെ ടീച്ചർമാർക്ക് HM-ന് അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ അവരെ കൊണ്ട് പേയ്മെന്റ് കൊടുത്തിട്ട് ഈ മെറ്റീരിയൽസ് എല്ലാം വീണ്ടും ഉണ്ടാക്കി ഒരു സെറ്റ് അങ്ങനെ വാങ്ങി വെക്കുന്നവരുണ്ട്. അത് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഒരു താല്പര്യമാണ് അവരുടെ സ്കൂളിൽ അങ്ങനെ വെക്കണം എന്നുള്ളത്. ചിലര് ട്രഡീഷണൽ മെത്തേഡ് തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ട് മാഡം. ചില സ്കൂളിൽ അങ്ങനെ അവര് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി കുട്ടികളെ തന്നെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ചില സ്കൂളുകളിൽ മാഡം പറഞ്ഞ ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുക, അത്രേ ഉള്ളൂ. അതാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കൂല. ഇപ്പൊ ഞാന് പോയ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അവരവിടെ കുറെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാന് ഫസ്റ്റ് ആവാത്തോണ്ടാവും, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പൊ അതൊന്നും കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കണമൊന്നുമില്ല അവര്. വെറുതെ ഇങ്ങനെ വാങ്ങി വെച്ചതായിട്ടാ കണ്ടത്. ഓക്കെ, സോ നമ്മൾ ക്ലാസ് എവിടെ വരെയായി? ഏത് ചാപ്റ്റർ എടുക്കുന്നത്? യൂണിറ്റ് 3 ആണോ? പാർട്ട് 3 അതോ 4 ആയോ? കഴിഞ്ഞു? 4 തുടങ്ങിയതേ ഉള്ളൂ. സെൽഫ് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രാക്ടിക്കൽ വരാതിരുന്നാൽ പ്രശ്നമുണ്ടോ? വരാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ വൈവയിൽ കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലിന് വന്നവർക്ക് കുറെ കൂടെ മോണ്ടിസോറി മെറ്റീരിയൽസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡെമോ ക്ലാസ് കാണുക, അപ്പാരറ്റസ് റെക്കോർഡ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഓരോ മെറ്റീരിയൽസിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. കാരണം വൈവയിൽ അത് ചോദിക്കും. പിന്നെ പ്രാക്ടിക്കൽ സെഷന് വരുന്നവര് നല്ല പോലെ ഓരോന്നും നിങ്ങൾ ചെയ്യുന്നതിന്റെ വീഡിയോ എടുത്ത് വരാത്തവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ അടുത്തടുത്ത ബാച്ചുകൾ ഇപ്പൊ വരുമ്പോ വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജോയിൻ ചെയ്യാം. നോ പ്രോബ്ലം. 29th ഒരു ബാച്ചിന്റെ ഉണ്ട്. ഓക്കെ, പ്രശ്നമില്ല സരിത, അത് പ്രശ്നമില്ല. എന്നാലും മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ പറ്റി നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവര് ഷെയർ ചെയ്യുന്ന വീഡിയോ കാണുക, ടീച്ചേഴ്സ് തരുന്ന ഡെമോ ക്ലാസ്സും ഒന്ന് കാണുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, സോ സെൽഫ് കൺസ്ട്രക്ഷൻ ആണല്ലേ? മാം എക്സാമിന് മുന്നേ വൈവ കാണുമോ? എക്സാമിന് മുന്നേ വൈവ തുടങ്ങും. നിങ്ങൾക്ക് പാർട്ട് 3 തുടങ്ങുമ്പോ തന്നെ, അതായത് മോഡ്യൂൾ 1 പാർട്ട് 3 ഉണ്ടല്ലോ മോണ്ടിസോറി, ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷൻസ് ഇതാകും. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ വരില്ലേ, പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഡെമോ ക്ലാസ് തരും. ഞാൻ മോഡ്യൂൾ 3 അതിന്റെ ഒപ്പം എടുക്കും. എന്നിട്ടായിരിക്കും 15-ാം തീയതിയിലത്തെ പ്രാക്ടിക്കൽ സെഷൻ. 15-ാം തീയതി കഴിയുന്നതേ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും വൈവയുടെ സ്ലോട്ട് വരാം. 9th നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ആയിരിക്കാം എന്ന്. സ്ലോട്ട് ഇടുമ്പോ കറക്റ്റ് നോക്കുക, വരുന്ന മെസ്സേജ് നോക്കുക, സ്ലോട്ട് ഇടുന്ന ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഒരു ജെന്യുവൻ റീസൺ ഉണ്ട്, എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു തോന്നുവാണെങ്കിൽ ഇൻഫോം ചെയ്യാം. PRO-നെ ഇൻഫോം ചെയ്യാം, എന്നെ ഇൻഫോം ചെയ്യാം. നമ്മൾ അവിടെ വരുമ്പോ എല്ലാ സ്റ്റാഫിനെയും കാണാൻ പറ്റില്ലേ? ടീച്ചേഴ്സിനെ എല്ലാം കാണാൻ പറ്റില്ല. ഏതെങ്കിലും 2 ടീച്ചേഴ്സേ ഉണ്ടാവുള്ളൂ. ഞാൻ ഉണ്ടാവും. അശ്വതി മിസ് പറഞ്ഞായിരുന്നു ടീച്ചറിനോട് പറഞ്ഞാൽ മതി, അത് പഠിച്ചോളാം. ഞങ്ങൾക്ക് എല്ലാരും ഞങ്ങളുടെ ക്ലാസ്സിലെടുത്ത് എല്ലാരും ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു മാം.
അത് ഞാൻ പറയാം കേട്ടോ, പ്രസിദ്ധ മാമിനോട് പറയാം. അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സിനെ അവിടെ വരുത്തും. ആരൊക്കെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്? നീൽ റോസ് മാം, അപർണ മാം, അശ്വതി മാം, പിന്നെ ഇംഗ്ലീഷ് അശ്വതി മാം, പിന്നെ ജിഷ മാം. ഓക്കെ, പറയാം. കാരണം സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ് ഇവിടെ വരുന്ന ടീച്ചേഴ്സിന്. അപ്പൊ അതുകൊണ്ട് അവര് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധ മാം അവരെ അവിടെ വരുത്തും. ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു അല്ലെ, നമ്മുടെ സെൽഫ് മെയ്ഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. കുട്ടിയുടെ പേഴ്സണാലിറ്റി ചെറിയ ഏജിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂൾസ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. അത് ഒരു കോൺഷ്യസ് മൈൻഡ് ആയി കഴിയുമ്പോൾ, ആ ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ ഈ 2 കാര്യങ്ങളും സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും അനദർ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറും. അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസമായിരിക്കും. കാരണം എല്ലാം അബ്സോർബ് ചെയ്തിരുന്ന മൈൻഡ് പിന്നീട് കാര്യങ്ങളെ അനലൈസ് ചെയ്ത് വിലയിരുത്തിയൊക്കെ കുട്ടികൾ ആവശ്യമുള്ളത് മാത്രമേ പിന്നീട് എടുക്കുള്ളൂ. ആ ഒരു രീതിയിലേക്ക് മൈൻഡ് ഡെവലപ്പ് ആകും. അതാണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്. അത് ഏത് ഏജിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എവിടം വരെയായിരുന്നു എടുത്തത്, എന്താ പറഞ്ഞതെന്നറിയൂ? സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളോ അതോ ഏതെങ്കിലും പോർഷൻസ് കവർ ചെയ്ത് നമ്മൾ പോയോ? മാം കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ്. ഓക്കെ, ഫൈൻ. സോ നമ്മളിവിടെ ഈ ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫിസ് അതുമായിട്ട് നമ്മളിന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന് രൂപപരിണാമം സംഭവിക്കില്ലേ, ഒരു പുഴുവായിട്ട്. ബട്ടർഫ്ലൈ ആദ്യം ചെന്ന് മുട്ടയിടും, അത് വിരിഞ്ഞ് അല്ലെ, അതൊക്കെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും റീഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ റീഡ് ചെയ്തു. യെസ് പ്ലീസ്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ. യു ക്യാൻ റീഡ് ദ ടോപ്പിക്സ് ആൻഡ് വി ക്യാൻ ഡിസ്കസ്. യെസ്, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പേജ് നമ്പർ 105. റീഡ് ചെയ്യാൻ ആരുമില്ലേ? Please. Items. A child often works toward completion or perfection. This motivation is exactly driven by the child's needs to connect with his world and find out who he is and what he is made of. The more the child engages in activities, the more he develops and understands himself. The sensitive period and absorbent mind are the 2 internal factors which help in the progress of the spiritual embryo for his self-construction. Sensitive period. It was a Dutch biologist, Hugo de Vries, who first noticed the sensitive period in an insect. De Vries disclosed that the female butterfly naturally lays her eggs in a protected spot at the angle formed by a branch on the trunk of the tree, where it is safe and protected. When hatched, the caterpillars can eat only the tenderest leaves, which are at the top end of the branch. De Vries discovered that caterpillars are sensitive towards light. Light attracts it, which causes them to crawl up to the end of the branch and find the food to satisfy its hunger. As the usefulness of this sensitivity passes, the new sensitivity will occur to help the caterpillar in search of other experience for its laying. Dr. Maria Montessori was convinced that similar characteristics were also found in the children. She said,
Children pass through definite periods in which they reveal psychic aptitudes and possibilities which afterwards disappear. That is why, at particular epochs of their life, they reveal an intense and extraordinary interest in certain objects and exercise which one might look for in vain at a later age. During such a period, the child is endowed with a special sensibility which urges him to focus his attention on certain aspects of his environment to the exclusion of others. Such attention is not the result of mere curiosity, it is more like burning passion. An emotion first rises from the depth of the unconscious and sets in motion a marvelous creative activity in contact with the outside world, thus building up consciousness. Sensitive periods are blocks of time in the child's life when he is absorbed with one characteristics of his environment to the exclusion of all others. This sensitivity towards certain stimuli lasts until a necessary need is fulfilled. This sensitive period defines the child's following in gaining knowledge of his surroundings. ഓക്കെ ഓക്കെ. ഇപ്പൊ സെൽഫ് കൺസ്ട്രക്ഷനിലെ 2 ടൂൾസ്, ഇന്റേണൽ എയ്ഡ്സ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് സെൻസിറ്റീവ് പീരീഡ്, അബ്സോർബന്റ് മൈൻഡ്. അതിൽ സെൻസിറ്റീവ് പീരീഡ് അത് മറിയ മോണ്ടിസോറി ഒരു ബയോളജിക്കൽ ഫോർമേഷൻ, അതായത് ബട്ടർഫ്ലൈയുടെ മെറ്റാമോർഫോസിസ്, നമ്മൾ രൂപപരിണാമം എന്ന് പറയുന്നത്, ഒരു പുഴു എങ്ങനെ ഒരു പൂമ്പാറ്റയായി മാറുന്നത്, അത് ഒരു ബയോളജിസ്റ്റ്, ഡച്ച് ബയോളജിസ്റ്റ് ഹ്യൂഗോ ഡിവ്രിസ് പറയുന്നുണ്ട്. ആ ഒരു ബട്ടർഫ്ലൈ അത് മുട്ടയിടുമ്പോൾ തുടങ്ങി ശ്രദ്ധിക്കുന്നുണ്ട്. സേഫ് ആയിട്ടുള്ള ഒരിടത്ത്, നഷ്ടപ്പെട്ട് നശിച്ചു പോകാതെ ഭാഗത്തിന് നല്ല സേഫ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ ഭാഗത്താണ് ഈ മുട്ടയിടുന്നത്. ആ ഒരു ലാർവ അത് പൊട്ടി പുറത്തേക്ക് വരുന്നതിന് കുട്ടിക്ക് വിശക്കും അല്ലെ. ആ ഒരു പുഴുവാണെങ്കിലും അതിന് വിശപ്പുണ്ടാകും. പുഴു ഇങ്ങനെയുള്ള ജീവികൾ, ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവര് തളിരിലകളായിരിക്കും. അത് ബ്രാഞ്ചിന്റെ ഏറ്റവും തുമ്പത്തായിരിക്കും അല്ലെ. ബ്രാഞ്ചിന്റെ താഴെ ഭാഗത്തൊക്കെ കട്ടിയുള്ള ഇച്ചിരി ഇതായിട്ടുള്ള ഇലയായിരിക്കും. അങ്ങോട്ട് പോകും. അപ്പൊ സെൻസിറ്റീവ് ടു ലൈറ്റ് ആണ്, സൂര്യപ്രകാശം വരുന്ന ഭാഗവും കൂടിയാണ്. അങ്ങോട്ട് പോയി ആ ഇലകൾ കഴിച്ച് പിന്നെ അതങ്ങനെ പ്യൂപ്പാവസ്ഥയിലേക്ക് പോവുകയാണ് അല്ലെ. മാക്സിമം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പ്യൂപ്പാവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾക്കറിയാം ഈ പ്യൂപ്പ അവിടെ ഉറപ്പായിരിക്കും. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് സമയമാകുമ്പോഴാണ് ആ ഒരു ലെയർ ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ വിങ്സ് ആയിട്ട് ബട്ടർഫ്ലൈ വരുന്നത്. അറിയാതെ ഈ പ്യൂപ്പ എങ്ങാനും പൊട്ടി പോവാണ്, സമയത്തിന് മുമ്പ് പൊട്ടി പോവാണെങ്കിൽ നമുക്ക് ഡീഫോമിറ്റീസ് ഉള്ള ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. നല്ല ഭംഗിയുള്ള, ചിലപ്പോൾ ഒരു സൈഡിൽ വിങ്സ് ഉണ്ടാവില്ല, ഒരു സൈഡിലെ വിങ്സ് അത് ഒടിയാറായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നല്ല ഒരു ബട്ടർഫ്ലൈയെ കിട്ടില്ല. നമ്മളിത് ശരിക്കും പാകമാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അതിനുള്ള ടൈം എടുത്ത് ഡെവലപ്പായി നല്ലൊരു ബട്ടർഫ്ലൈ ആയിട്ട് അത് പുറത്തേക്ക് പറന്ന് ഉയരങ്ങളിലേക്ക് പറന്നു. അതുപോലെ തന്നെയാണ് അപ്പൊ മറിയ മോണ്ടിസോറി ഈ ഡിവ്രിസിന്റെ ഈ ഒരു ഒബ്സർവേഷനോട് കണക്ട് ചെയ്യുവാണ്, റിലേറ്റ് ചെയ്യുവാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്. അവിടെയും മെറ്റാമോർഫോസിസ് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് കുട്ടികൾ തന്നെത്താനെ ചെയ്യുന്ന കാര്യങ്ങൾ അവര് തന്നെ ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് അതിന് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇടയിൽ കയറി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ അഡൽട്ടായി തീരുമ്പോഴും അവർക്ക് ഡീഫോമിറ്റീസ് ആയിരിക്കും. പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. ശരീരം വളർന്നിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിന്റെ പല ഭാഗങ്ങളും പല ഡെവലപ്മെന്റ് സ്റ്റേജസും ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ചില ആളുകളുടെ സംസാരം പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ആ കുട്ടിക്ക്, മൂത്ത കുട്ടിക്ക് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, മാരേജ് കഴിഞ്ഞ ഉടനെ പോയത്. അപ്പൊ കുട്ടികൾ ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരാണ്. അപ്പൊ മൂത്ത കുട്ടിയായിരുന്നു, ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്തിരുന്നു കുട്ടിയെ. അപ്പൊ അവനിപ്പോ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുക. പക്ഷെ ആ കുട്ടിക്ക് ഒരു ലാംഗ്വേജ് പോലും പ്രോപ്പർ ആയിട്ടില്ല. ചെറുപ്പത്തിൽ അവന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോപ്പറായി നടന്നിട്ടില്ല. കുട്ടിയുടെ അമ്മയും അച്ഛനും നല്ല തിരക്കേറിയ ജോലിക്ക് പോകുന്നത്. വീട്ടിൽ വരുന്ന മെയ്ഡ് ഒരു കന്നഡ ഒരാൾ വരുന്നു. കുട്ടിക്ക് കന്നഡയും ഇല്ല, ഹിന്ദി ഇല്ല, ഇംഗ്ലീഷും ഇല്ല, മലയാളവും ഇല്ല. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ 19 years 20 yearsലേക്ക് അടുക്കുന്നു. ആ ഒരു ഏജ് ആയപ്പോ ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് എനിക്ക് കേൾക്കുമ്പോൾ തോന്നിയെങ്കിലും
ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവന് ആ ലാംഗ്വേജ് പ്രശ്നം. അതേസമയം രണ്ടാമത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് വേണം ഇൻഡിപെൻഡന്റ് ആകും തോന്നും. മൂത്ത ആളെ ഭയങ്കര പാമ്പർ ചെയ്ത് മൂത്ത ആളുടെ കാര്യങ്ങൾ നോക്കാനായിരിക്കും പാരന്റ്സിന് സമയം ഉണ്ടാവുക. രണ്ടാമത്തെ ആളെന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവും. ആ കുട്ടിക്ക് കന്നഡ നല്ലപോലെ അറിയാം, മലയാളം നല്ലപോലെ അറിയാം, ഇംഗ്ലീഷും അറിയാം, ഹിന്ദി അറിയാം. വീട്ടിൽ വരുന്ന മെയ്ഡിനോട് അത് നല്ലപോലെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ കന്നഡ പഠിച്ചു. സ്കൂളിലും കുട്ടികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ കന്നഡ പഠിച്ചു. സ്കൂളിൽ ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ടുണ്ട്, അത് നല്ലപോലെ അറിയാം. പിന്നെ വീട്ടില് പാരന്റ്സ് മലയാളത്തിൽ പറയും. പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും മലയാളത്തിലാണ് പറയുന്നത്. അവരെ ഫോൺ ചെയ്യുമ്പോഴും ഒക്കെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. സോ ആ കുട്ടിയെ സംബന്ധിച്ച് ലാംഗ്വേജ് പെർഫെക്റ്റ് ആയി. മൂത്ത ആൾക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു കാര്യമേ ഇല്ലാണ്ടായി. അത് ആ ചെറുപ്പത്തിൽ സംഭവിച്ച ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ബട്ടർഫ്ലൈ ശരിയായ സമയത്ത് വ്യൂപ്പിൽ നിന്നും പുറത്തേക്ക് വരുവാണെങ്കിൽ മാത്രമാണ് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആകുള്ളൂ. എല്ലാം പൂർണ്ണ വളർച്ചയെത്തിയ ബട്ടർഫ്ലൈ ആകും. അതേസമയം അങ്ങനെ അല്ലെങ്കിൽ ഡീഫോമിറ്റീസ് ഉണ്ടാകും. അധികം കാലം അത് ജീവിച്ചിരിക്കില്ല ബട്ടർഫ്ലൈയിലെ. ഒരു ചിറകൊടിഞ്ഞതും ഒരു ചിറകാവാത്തതും വെക്കാവുന്ന കുറച്ച് അതിന്റെ ലൈഫ് അതിന് പറക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ സംബന്ധിച്ചും അതുപോലെയാണ്. അപ്പൊ കുട്ടികളുടെ ഈ ഒരു പീരീഡ് അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അവരുടെ പല ടാലൻസും പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ അതുപോലുള്ള ഒരു എൻവിയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. സെൻസിറ്റീവ് പീരിയഡ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലൈഫിലെ ബ്ലോക്സ് ആണ്. നമ്മൾ താഴെ ഫൗണ്ടേഷൻ ഇടില്ലേ, കല്ലൊക്കെ കെട്ടി, അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ ബ്ലോക്സ് ആണിത്. എൻവിയോൺമെന്റിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുന്നു. ഇപ്പൊ നമ്മൾക്കറിയാം സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളുടെ പ്രാക്ടിക്കൽ സെഷനെ പല പല ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ഏരിയയിലും നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സെൻസോറിയൽ ഏരിയയിൽ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, സെൻസോറിയൽ ഏരിയയിലാണ് നമ്മൾ ആ മെറ്റീരിയൽ എഴുതിയിരിക്കുന്നത്. കാരണം അവിടെ അവന്റെ സെൻസസ് തന്നെയാണ്, അവൻ പിടിക്കുകയാണ്. പക്ഷെ അതിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവന് കിട്ടിയത് ലാംഗ്വേജ് ആണ്. അതായത് ലാംഗ്വേജ് റൈറ്റിംഗ് സ്കില്ല് അവന് ഇംപ്രൂവ് ആവുകയാണ്. കുത്തി വരയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവന്റെ റൈറ്റിംഗ് സ്കില്ലാണ് ഇംപ്രൂവ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ആ ഒരു കാര്യം. അപ്പൊ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ അബ്സോർബർ മൈൻഡിലേക്ക് പോകും. ഈ സെൻസിറ്റീവ് പീരീഡിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതൊക്കെയോ ബാച്ചിൽ ഈ 6 പീരീഡിനെ ഓരോരുത്തരായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. എനിവേ നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഈ 6 പീരീഡിന് ഓരോ പീരീഡ് ആയിട്ട് നിങ്ങൾ വായിക്കൂ, എന്നിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ടു ഓർഡർ. ഓക്കെ, സെൻസിറ്റീവ് ടു ഓർഡർ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ഓർഡർ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമുക്കും ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടാവും അല്ലെ. വീട്ടില് കിച്ചണിൽ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത്, നമ്മളുടെ ബെഡ്റൂമിലാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഓരോന്നായിട്ട് നമ്മൾ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ. ഇനി കുഞ്ഞുങ്ങളുടെ മനസ്സിലും ഒരു ഓർഡർ ഉണ്ടാവും. അതൊരു പക്ഷെ എൻ്റയർലി ഡിഫറെന്റ് ഫ്രം അഡൽട്സ്. വലിയ ആളുകളെക്കാളും അവരുടെ ഓർഡർ വ്യത്യാസമായിരിക്കും. കണ്ടിട്ടില്ലേ, ഷൂ ഇടുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞു പോകും. അവരെ സംബന്ധിച്ച് അതാണ് പെർഫെക്റ്റ്, അതാണ് അവരുടെ ഓർഡർ. അപ്പൊ അതുപോലെ അവരുടെ ഓർഡർ സെൻസിറ്റീവ് ടു ഓർഡർ, ആ ഒരു ഓർഡർ വരും. പിന്നെ ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്, ഒരു 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി മെത്തേഡിനെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഈ 5 സെൻസസും യൂസ് ചെയ്ത്, സെൻസോറിയൽ മെറ്റീരിയൽസ് ആണ് നമുക്ക് ശരിക്കും കൂടുതൽ കേട്ടോ. ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഏരിയയിലെ മെറ്റീരിയലാണ് കൂടുതലും അവര് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു മെറ്റീരിയൽ തന്നെ മറ്റേ ഏരിയയിൽ നമുക്ക് പഠിക്കാനുണ്ടാകും. ഇപ്പോ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ശരിക്കും സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ട്രേസ് ചെയ്യുമ്പോൾ അത് സെൻസിറ്റീവ് ആണ്. കുട്ടി മനസ്സിലാകുക, ആ ഇമേജ് മനസ്സിലാകുന്നു, പിന്നെ അവൻ എഴുതാൻ തുടങ്ങും. അപ്പൊ ലാംഗ്വേജ് ആയി. അങ്ങനെ അതാണ് പറയുന്നത്, ഏതൊരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ബൈ പ്രോഡക്റ്റ് ഫ്ലോളസ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ലാംഗ്വേജ് തന്നെയാണ്. കളർ ടാബ്ലറ്റ്സ്, വിഷ്വൽ ഇതാണ് അല്ലെ. കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ദിസ് ഇസ് റെഡ് എന്ന കുട്ടിയോട് പറയാണ് റെഡ് കളർ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആ സ്റ്റേറ്റ്മെന്റ് കിടക്കുക, ദിസ് ഈസ് റെഡ്. നെക്സ്റ്റ് വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അവന്റെ മനസ്സിലേക്ക് വരുന്ന. ആ ഫെസിലിറ്റേറ്റർ പറഞ്ഞ അവൻ ആൻസർ ചെയ്യും ദിസ് ഈസ് റെഡ്. അപ്പൊ അവന്റെ ലാംഗ്വേജ് അല്ലേ അവിടെ ഡെവലപ്പ് ആയത്. ഈവൻ ദോ കളർ എന്നുള്ള ആ ഒരു ക്രൊമാറ്റിക് സെൻസ്, ആ ഒരു വിഷ്വൽ, ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ആയിരിക്കും ആ കാഴ്ചയിലൂടെ അതായിരിക്കും സെൻസ് ചെയ്തത്. പക്ഷെ അവന് കിട്ടിയ ബോണസ് എന്താ, അവന്റെ ലാംഗ്വേജ്. അതുകൊണ്ട് ഒരു ഏരിയയിലെ മെറ്റീരിയല് മറ്റേ ഏരിയയിലെ മെറ്റീരിയലിന്റെ റിസൾട്ട് ആകാം,
കാരണമാകാം അങ്ങനെ വരാം. ഓക്കെ, അത് നമ്മൾ കുറെ ചെയ്ത് നോക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് കേട്ടോ അത് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നത് ഒരേ ഏജിലുള്ള കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നതും അവരുമായി കളിക്കുന്നതും അവരുമായി ഷെയർ ചെയ്യുന്നതും. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി, ആളുകൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞു ബേബീസ് ഒക്കെ എന്നിട്ട് അവരുടെ ചുണ്ടൊക്കെ ഇങ്ങനെ അനങ്ങും, അവരെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അല്ലെ, എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ കിടക്കുന്ന ബേബീസിന്റെ കാര്യമാണ് സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, നടക്കാൻ തുടങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ. പിന്നെ മൈന്യൂട്ട് ഒബ്ജക്ട്സിനെ കാണുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ശ്രദ്ധിക്കുന്നത് സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്ട്സ്. നമ്മൾ കാണാത്ത പലതും അവർ ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ പെറുക്കിക്കൊണ്ട് വരുന്ന കാണാം അല്ലെ, ഉറുമ്പിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന കാണും. ഒരു വലിയ സാധനങ്ങളെക്കാൾ കൂടുതൽ അവര് ശ്രദ്ധിക്കുന്നത് ചെറിയ സാധനങ്ങളായിരിക്കും. നമ്മൾ കാണില്ലായിരിക്കും ഫ്ലോറിൽ ഒരു പിന്നും മറ്റു സൂചിയോ കിടക്കുന്നത്, ഇവരുടെ കണ്ണിൽ അവരതെടുക്കും. ഒരു മുത്ത് കിടക്കുന്നത് അതെടുത്തോണ്ട് വരും. ഓക്കെ, സോ നമുക്ക് ഓരോരോ പീരീഡ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും സാറില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അത്, നിങ്ങൾ 6 പീരീഡ് ആരെങ്കിലും ഒക്കെ ക്ലാസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് തയ്യാറായിട്ട് വരും. നമുക്ക് ക്ലാസ് 6 പീരീഡ് അങ്ങനെ പോകാം. ഞാൻ ലാസ്റ്റ് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, 10 ക്വസ്റ്റ്യൻസിന്റെ തന്നിരുന്നോ? ഓക്കെ, സംശയം തോന്നിയതുകൊണ്ടാണ്. ഓക്കെ, സോ സെൻസിറ്റിവിറ്റി ടു ഓർഡർ, ദ പീരിയഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ, അതാരാ ഒന്ന് റീഡ് ചെയ്യാം. അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജസ്റ്റ് അതൊന്ന് ബ്രീഫ് ചെയ്യാം. സെൻസിറ്റീവ് ടു ഓർഡർ നിങ്ങൾക്ക് എന്നിട്ട് പോയിട്ട് വായിക്കാമല്ലോ, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. മറിയ മോണ്ടിസോറി ഇതിന് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ വേറൊന്നുമല്ല, എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ കേട്ടോ. മറിയ മോണ്ടിസോറി ഇറ്റലിയിലെ ഒരു ബീച്ച് സൈഡിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഫാമിലി ബീച്ചിൽ ഒരു വിസിറ്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾ ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് കുറെ ആളുകൾ. അതിലൊരു 1.5 വയസ്സ് വരുന്ന ഒരു ബോയ്, അവൻ ഭയങ്കരമായിട്ട്, അപ്പൊ ചൂടുണ്ട്, ബീച്ചല്ലേ, ആ ഒരു ചൂടുള്ള സമയമൊക്കെയാണ്. ഇതിന്റെ അമ്മ കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൂട് കാരണം ഇവര് കോട്ട് എടുത്ത് കയ്യിലിങ്ങനെ, നമ്മൾ കയ്യിലിടൂലേ, അങ്ങനെ കയ്യിലിങ്ങനെ ഹാങ് ചെയ്യുന്ന പോലെ ഇട്ടു. അപ്പൊ ഈ കുട്ടി ബോയ് ഭയങ്കര വാശി പിടിച്ച് കരയാനായിട്ട് തുടങ്ങി. ആരൊക്കെ ശ്രമിച്ചിട്ട്, നമ്മളും അങ്ങനെയല്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെങ്കിലും ഒരു കുഞ്ഞു കുട്ടി വാശി പിടിച്ച് കരയുമ്പോൾ സമാധാനിപ്പിക്കാൻ നോക്കും, നമ്മൾ എടുക്കാൻ നോക്കും, ഓരോന്ന് പറയാൻ നോക്കും, എന്തെങ്കിലും കൊടുക്കാൻ നോക്കും അല്ലെ. അതുപോലെ കൂടെയുള്ള ആളുകളൊക്കെ പലതും പറഞ്ഞിട്ട് ഈ കുട്ടി ഭയങ്കര വാശിയെടുത്ത് കരയുവാണ്. ഓരോരുത്തർ മാറി മാറി എടുക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല. മറിയ മോണ്ടിസോറിക്ക് കാര്യം മനസ്സിലായി. മറിയ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ മറിയ മോണ്ടിസോറി കുട്ടിയുടെ അമ്മോട് പറഞ്ഞു, നിങ്ങളെ ആ കോട്ട് ഇടാൻ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഈ കുട്ടിയുടെ അമ്മ ഭയങ്കര അതിശയത്തോടെ മോണ്ടിസോറിയെ നോക്കുക. മോണ്ടിസോറി എന്ത് ചെയ്തു, ഈ കോട്ട് ഇടാനായിട്ട് ഈ അമ്മയെ ഹെൽപ്പ് ചെയ്തു. ഈ മോന് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ കോട്ടോൺ, അമ്മ കോട്ടോൺ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ അലറി വിളിച്ചു. അവന് ഭയങ്കര സന്തോഷം. അമ്മ കോട്ടിട്ടു. അവന്റെ പ്രോബ്ലം അതായിരുന്നു, കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടേണ്ടതായിരുന്നു, അത് അമ്മ വെറുതെ കയ്യിൽ തൂക്കിയിട്ടു. അത് അവന് ഇഷ്ടമില്ല. അവന്റെ ഓർഡർ അതാണ്. ഓരോ സാധനങ്ങളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അവന്റെ അമ്മയുടെ കോട്ട് അവന്റെ അമ്മ തന്നെ ഇടേണ്ടതാണ്. നമ്മളുടെ മക്കള് പറയില്ലേ, വീട്ടിൽ ആരെങ്കിലും നമ്മളുടെ കസിൻസ് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സ് തൽക്കാലത്തേക്ക് ഇടാൻ കൊടുക്കുമ്പോൾ, ഇത് എന്റെ അമ്മയുടെ ഡ്രസ്സാണ്, എന്റെ അമ്മയുടെ സാരിയാണ്. അവരുടെ അമ്മയുടെ ആണെന്നുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടാവും. ഞാൻ മോനുമായിട്ട് പുറത്തൊക്കെ, മോന് ചെറിയ പ്രായത്തിലൊക്കെ 1-2 വയസ്സ് സമയത്ത് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഷോൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഷോൾ എടുത്ത് നമ്മളിവിടെ എവിടെയെങ്കിലേക്കും ഇടും. വീട്ടിൽ വന്ന് കയറിയിട്ട് ഷോൾ അങ്ങ് വരും. ഇവൻ ഓടിപ്പോയിട്ട് ഈ ഷോൾ എടുത്തുകൊണ്ട് വീണ്ടും എനിക്ക് ഇട്ട് തരും. വീണ്ടും അവിടെ ഇടും, ഇവൻ വീണ്ടും എടുത്ത്. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ഓർഡർ, അവർ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ സെൻസിറ്റീവ് ആണ് ഈ ഓർഡറിന്. അവർ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം, ആ ഒരു ഓർഡറിൽ തന്നെ കാണാനാണ് ഇഷ്ടം. അതാണ് ഇവിടെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞത്. ആ ചൂടായതുകൊണ്ടാണ് അവന്റെ അമ്മ കോട്ടെടുത്ത് കയ്യിലിട്ടത്. പക്ഷെ അത് കണ്ടതോടുകൂടി കുട്ടിക്ക് പറയാനുള്ള ഒരു പ്രായമായില്ല, 1.5 വയസ്സല്ലേ ആയുള്ളൂ. അപ്പൊ മമ്മ കോട്ടോൺ ഇത്രയും മാത്രം അവൻ പറയുമായിരുന്നു. അതാണ് അത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോ അവർക്ക് മനസ്സിലായി, അമ്മ കോട്ട് ഊരിയതാണ് അവന് ഇഷ്ടപ്പെടാതിരുന്നത്. അപ്പൊ അങ്ങനെ കോട്ട് ഇട്ടു. കുട്ടിയുടെ നീഡ് അതായിരുന്നു. കുട്ടിയുടെ ഓർഡറും അഡൾട്ടിന്റെ ഓർഡറും ഡിഫറെന്റ് ആണ്. എന്താ പറഞ്ഞത്, നമ്മൾക്കൊരു ഓർഡർ ഉണ്ടാവും, കുഞ്ഞിന്റെ ഓർഡർ ഡിഫറെന്റ് ആയിരിക്കും. നമ്മളൊരു സാധനം വീട്ടിൽ വെച്ചത് നോക്കി നോക്കി മടുക്കുമായിരിക്കും. കൊച്ചിനോട് ചോദിക്കുമ്പോഴായിരിക്കും അത് പോയി എവിടെന്നെങ്കിലും പോയി എടുത്തോണ്ട് വരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ആ ഒബ്ജക്റ്റ് ഇരിക്കേണ്ടത് ഇന്ന സ്ഥലത്താണ്, നമ്മൾ വെക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും, അവരുടെ ഓർഡർ വേറെ ആയിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, 6 ഏരിയ ഉണ്ട്
ഡിസ്കസ് ചെയ്തിട്ട് ഓരോന്നും ആരാണ് വായിക്കുന്നതും ലീഡ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വരിക. ബാക്കിയുള്ളവർക്ക് ആഡ് ചെയ്യാം, പോയിന്റ്സ് ആഡ് ചെയ്യാം, എക്സ്പീരിയൻസസ് കണക്ട് ചെയ്ത് പറയാം. ഇത്രയും ആണ്. ഓരോ കാര്യം ഞാൻ എന്താന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ലാംഗ്വേജ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റ് വരുമ്പോൾ അതിൽ ഞാൻ ലാംഗ്വേജ് ആണ് പറഞ്ഞിട്ടുള്ളെങ്കിലും ഞാൻ മെയിൻ എക്സാമിന് ഏജ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യനും ഞാൻ ഇടില്ല. കാരണം നമുക്കതൊരു ജനറൽ കൺസെപ്റ്റ് ആണ്. എല്ലാ കുട്ടികളിലും ആ പാറ്റേൺ ആവണമെന്നില്ല. ഞാൻ ആ മോക്ക് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ഓർത്തത്. പറ്റിയാൽ ഞാൻ ക്വസ്റ്റ്യൻസ് മാറ്റാൻ സമയം കിട്ടുകയാണെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട. എക്സാമിന് മെയിൻ എക്സാമിനും ടേം എക്സാമിനാണെങ്കിൽ പോലും ഏജ് റിലേറ്റഡ് പീരിയഡ് മറ്റുള്ള ടീച്ചേഴ്സിനെ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏജ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ വരില്ല എന്നാണോ? ഞാൻ ഇടുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ഏജ് റിലേറ്റഡ് ആയിട്ട് വരില്ല. ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ അത് അവരുടെ ഒരു രീതിയാണല്ലോ. സോ അത് ഞാൻ ഇടപെടില്ല. ഓക്കെ, ഞാൻ പറയും ജനറൽ കൺസെപ്റ്റ് ആണ്. നമുക്കതിപ്പോ എല്ലാ കുട്ടികളും ഒരു വയസ്സിൽ നടക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. 8ാം മാസത്തിൽ 6ാം മാസത്തിലൊക്കെ ഇരിക്കുന്നൊന്നും നിർബന്ധമില്ല. എന്റെ മോൻ 8ാം മാസത്തിൽ നടന്നു, നല്ല പോലെ നടന്നു, വീഴാതെ തന്നെ നല്ലപോലെ ബാലൻസ് ചെയ്ത് നടന്നു. പക്ഷെ അതും കഴിഞ്ഞ് കുറെ 2 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇരിക്കാൻ തുടങ്ങിയത്. 8ാം മാസത്തിൽ ഇരിക്കും, 1 വയസ്സാകുമ്പോൾ നടക്കും. ഇതാണ് ശരിക്കും എല്ലാരും പറഞ്ഞു. 3ാം മാസത്തിൽ കമിഴും എഴയും ഒക്കെ. കമിഴ്ന്നു എഴഞ്ഞു അതൊക്കെ ഓക്കെ, പക്ഷെ ആളിരുന്നത് നടന്നതിന് ശേഷം. അങ്ങനെ നമുക്കിതൊരു ജനറൽ കൺസെപ്റ്റ് എല്ലാ കുട്ടികളിലാണെന്നില്ല. ജനറലി നമുക്ക് പറയാം ഈ ഒരു ഏജിൽ കുട്ടികൾക്ക് ഈ ഒരു മാറ്റങ്ങളാണ്. ആ ഒരു ഏജിൽ അങ്ങനെ വന്നില്ല കുറെ ഡിലേ ആകുന്നു എന്ന് കണ്ടാൽ നമ്മൾക്കതിന് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാലോ എന്തുകൊണ്ടാണ് കുട്ടിയുടെ മസിൽ മൂവ്മെന്റ് ശരിയാവാതെ നമുക്ക് നോക്കാം. നേരത്തെ ആകാം, കുറച്ച് ലേറ്റ് ആകാം. എന്റെ മോള് 3ാം മാസത്തിൽ കമിഴ്ന്നു. അവളുടെ തല ഭയങ്കര വലുപ്പമുള്ളതായിരുന്നു. 3ാം മാസത്തിൽ കമിഴ്ന്നു. പക്ഷെ 1 or 2 തവണ കമിഴ്ന്നതിന് ശേഷം ആ കുട്ടി പിന്നെ ആ കാര്യേ ചെയ്തിട്ടില്ല. അവള് മലർന്ന് തന്നെ കിടക്കുമായിരുന്നു. പിന്നെ ഒരു വയസ്സായിട്ടും അവളുടെ നടത്തം ശരിയായിട്ടുണ്ടായിരുന്നു. അവൾക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും ഒന്ന് നടന്ന് ശരിയാവാൻ സമയമെടുത്തു. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിക്ക് മുടി ഉണ്ടായിരുന്നില്ല ജനിക്കുന്ന സമയത്ത്. ബാക്ക് സൈഡ് മാത്രമേ മുടി ഉണ്ടായിരുന്നുള്ളൂ. ഈ ശരിക്കും കഷണ്ടി പോലെയായിരുന്നു. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒട്ടിയിരിക്കില്ലേ, കൊച്ച പോലെ, അത് കുളിപ്പിക്കുമ്പോ അങ്ങ് പോകുന്നല്ലേ. 1 വയസ്സായിട്ടും ഈ കുട്ടിക്ക് പോയില്ല. അങ്ങനെ പോവാതെ വന്നപ്പോ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ചെറിയ ട്യൂബ്, ഡോക്ടർ പറഞ്ഞു ചീപ്പ് കൊണ്ട് ചീകി ഇളക്കോ ഒന്നും ചെയ്യരുത്, ചിലപ്പോൾ ബ്ലഡ് വരും, അതുകൊണ്ട് ഇത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ട്യൂബ് തീർന്നപ്പോഴേക്കും ആ തലേന്ന് അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും മുടി വന്നു തുടങ്ങി. ശരിക്കും അവൾക്ക് മുടി ആകുന്നത് ഒരു 6 മാസം 8 മാസമൊക്കെ ആകുമ്പോഴാണ്. കാരണം ജനിച്ച കുട്ടികൾക്ക് ഒരു മുടി വരില്ല, അതൊന്നും ആ കുട്ടിക്ക് ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ നല്ല മുടി ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഓരോ കുട്ടികളിലും വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏജ് വയസ്സ് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ജനറലി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കൂ. അപ്പൊ ഞാൻ ഫ്രം മൈ പാർട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഇത് ഒന്ന് വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരൂ. ചിലപ്പോ കുറെ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും, ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഓക്കെ ഫൈൻ. സോ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. PG ക്ലാസ്സിൽ വരുന്നവരെ PG ക്ലാസ്സിൽ കാണാം. യെസ്, എന്തെങ്കിലും ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യാലോ. ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. ഒരുപാട് കോമൺ ആയ കാര്യങ്ങള് അവിടേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് മാറ്റി തന്നു. ക്ലാസ് വൈസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെയാണ്. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ക്ലാസ് എപ്പോഴും മനസ്സിലാകും. മാമ എക്സ്പീരിയൻസ് വെച്ച് കണക്ട് ചെയ്ത് പറയുന്നതുകൊണ്ട് അത് നല്ലപോലെ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഇപ്പോ റെക്കോർഡിന്റെയും അതിന്റെ ഒക്കെ കുറച്ച് അവിടുന്ന് തന്നെ വൈവ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആ ഒരു വർക്കിലാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറ്റുമോന്ന് അറിയില്ല. പറ്റുന്ന പോലെ ഞാനും പ്രാക്ടീസ് ചെയ്ത് വരാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, miss. Thank you, ma'am.